തെക്കേ ഇന്ത്യയിൽ ആപ്പിൾ വിളയുന്ന ഏക ഗ്രാമമാണ് കാന്തല്ലൂർ. അവിടേക്കാണ് ഈ യാത്ര. ലോങ് റൈഡ് പോകുമ്പോൾ വെട്ടം വീഴും മുമ്പേ ഇറങ്ങണം. അതാകുമ്പോൾ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാം, ഫ്രഷായ ഒരു ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. കൊല്ലത്തുനിന്നും കുട്ടിക്കാനം കട്ടപ്പന നെടുങ്കണ്ട റോഡാണ് ഞങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. ആപ്പിളിനൊപ്പം ചെറിമോയ എന്നൊരു പഴവും ഞങ്ങളുടെ വിഷ് ലിസ്റ്റിലുണ്ട്. ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഴങ്ങളിലൊന്നാണതെന്നാണ് പറയുന്നത്. റോഡ് കണ്ടീഷൻ നല്ലതായതുകൊണ്ട് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റി. കുട്ടിക്കാനം എത്തിയപ്പോഴേ ഫോഗ് തുടങ്ങിയിരുന്നു. നന്നായി മഴ പെയ്തത് കൊണ്ട് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയായിരുന്നു. പൂപ്പാറയും പിന്നിട്ട് ഗ്യാപ്പ് റോഡ് എത്തിയപ്പോൾ കാഴ്ചകൾക്ക് കൂടുതൽ രസം വന്നു തുടങ്ങി. തേയിലത്തോട്ടത്തിലേക്ക് വന്ന ട്രാക്ടറുകളും മറ്റും കണ്ടു തുടങ്ങി. ഒരു പഴയ ജീപ്പ് ഞങ്ങൾക്ക് മുന്നിലായി പോകുന്നുണ്ടായിരുന്നു. മഴയത്ത് ജീപ്പുകൾ പോകുന്നത് കാണാൻ മറ്റൊരു ഭംഗി തന്നെയാണ്. മൂന്നാറിലെത്തിയപാടെ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കാണാനായി തിരിച്ചു. 1953 ഓപ്പൺ ചെയ്ത ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം. ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളൊന്നാണ് ഈ ഡാം. ഡാമിന് മുകളിലൂടെ നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും. അന്ന് രാത്രി ഞങ്ങൾ മൂന്നാറ് സ്റ്റേ ചെയ്തു. സാമാന്യം ഭേദപ്പെട്ട ഒരു ഹോട്ടലായിരുന്നു. വെള്ളം വീണ് ചെളിയെല്ലാം പോയപ്പോഴാണെന്നറിയില്ല, ജീപ്പുകൾക്കെല്ലാം പ്രത്യേക ഭംഗി. ഈ ജീപ്പ് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ മുടക്കി ഇപ്പോൾ പണിതിറക്കിയാണത്രേ. ഇത്രയും ഭംഗിയായ ജീപ്പുകൾ കൊണ്ടു കിടക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് അടുത്ത കടയിൽ പോയി ചൂട് ചായയും ഉഴുന്നുവടയും കഴിച്ചു. മൂന്നാറിലെ പൂക്കളും ചെടികളും ഒക്കെ മഴക്കാലം ആസ്വദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഞങ്ങൾ പോയത് ടൗണിൽ തന്നെയുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ്. പല നിറത്തിൽ പലതരം ക്യാൻഡീസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്നിവയാണ് നമ്മളെ സ്വാഗതം ചെയ്തത്. പിന്നെ വാരി കൂട്ടിയിട്ടിരിക്കുന്ന ചോക്ലേറ്റ്, വൈറ്റും മിൽക്കും ഡാർക്കും എല്ലാം. ഇവയെല്ലാം മൂന്നാറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. കുട്ടികൾക്കായി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു, അപ്പം ഞങ്ങൾക്കും വേണ്ടിയിട്ട്. അടുത്തതായി മൂന്നാർ മറയൂർ റോഡിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത്. ഓരോ വളവിലും ഓരോ അത്ഭുതം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മനോഹരമായൊരു പാതയാണത്. ലയങ്ങളും അവയ്ക്കടുത്തായി ഒഴുകുന്ന ജലാശയങ്ങളും അതിനരികിലായി നിൽക്കുന്ന ചൂട് ചോളം വിൽക്കുന്ന ചായക്കടകളുമൊക്കെ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതയിൽ മുന്നോട്ട് സഞ്ചരിച്ചു. ചെറിയ മൂടൽമഞ്ഞും ചെറിയ മഴയും.
തലയാർ എസ്റ്റേറ്റിന് മുന്നിൽ അല്പനേരം വാഹനം നിർത്തി. ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാം. വഴിയരികിൽ തമിഴ് ശൈലിയിലുള്ള ഒരു കോവിലും അടുത്തായി ചെറിയ നീരൊഴുക്കും. വളരെ ഓർഗനൈസ്ഡ് ആയ തേയില ഫാക്ടറികളും തോട്ടങ്ങളും കാര്യമായ മഞ്ഞില്ലാത്തതിനാൽ വളരെ വിസിബിളായി. വഴിയരികിൽ ഒരാൾ ഹണി വാക്സുകളുമായി വിൽപ്പനയ്ക്ക് നിൽക്കുന്നു. മൂന്നാർ കാന്തല്ലൂർ റൂട്ടിൽ ഇതൊരു പ്രധാന കാഴ്ചയാണ്. കുറേ പേർ അത് വാങ്ങുന്നതും കണ്ടു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റിപ്പിൾ ടീ നടത്തുന്ന ഒരു ചായ ബസാറിലെത്തി. ചായപ്പൊടി വാങ്ങാനും ചായ കുടിക്കാനുമുള്ള ഫെസിലിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചയും നല്ല രസമുള്ളതാണ്. തൊഴിലാളി സംഘടനകൾക്ക് വളരെ വളക്കൂറുള്ള മണ്ണാണ് മൂന്നാറിലേത്. പതിയെ ഞങ്ങൾ മറയൂരിലെ ചന്ദനക്കാടുകളിലേക്ക് പ്രവേശിച്ചു. ലക്ഷങ്ങളുടെ മുതലാണ് റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്നത്. ഈ നിൽക്കുന്നത് ഒരു ചന്ദനമരമാണ്. അതൊന്ന് തൊടാൻ പോലും ഫോറസ്റ്റുകാർ അനുവദിക്കില്ലത്രേ. മറയൂരിൽ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കടയിൽ നിന്നും ഊണ് കഴിച്ചു. ഡാമിലും മറ്റും കാണപ്പെടുന്ന കണ്ല എന്ന മീനിൻ്റെ ഫ്രൈ ആണ് പ്രധാന ഐറ്റം. നല്ല രുചിയുള്ള സംഭവമാണ്. മറയൂരിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ കാന്തല്ലൂർ റോഡിലേക്ക് പ്രവേശിച്ചു. ₹50 പാസ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഹെയർ പിന്നുകളാണ്. ഉയർന്ന പ്രദേശമാണ് കാന്തല്ലൂർ. ഞങ്ങൾക്ക് മുന്നിലെ ഒരു KSRTC ബസ് അനായാസം കടന്നു പോകുന്നുണ്ടായിരുന്നു. പാതയോരത്തായി മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ യൂണിറ്റുകളുണ്ട്. പ്രതിവർഷം 6000 ടൺ ശർക്കരയാണ് മറയൂരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 2019 GI ടാഗ് സ്റ്റാറ്റസ് ലഭിച്ച മറയൂർ ശർക്കര ഋഗ്വേദത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. കൂടുതലും തമിഴ് വംശജരായ ഗ്രാമീണരാണ് കാന്തല്ലൂരിലെ ജനത. ഇടയ്ക്കിടെ ചെറിയ കടകളിൽ ആപ്പിളുകളും പ്ലംസും തൂക്കിയിട്ടിരിക്കുന്നു. ഫോണിന് കാര്യമായ റേഞ്ച് കിട്ടാത്ത ഇവിടെ വൈഫൈയുടെ സഹായത്തിലാണ് ഓൺലൈൻ പേയ്മെൻറ്റും മറ്റും നടത്തുന്നത്. ചെറിയ വീടുകളും ഏറുമാടങ്ങളുമൊക്കെ നിറഞ്ഞൊരു കാർഷിക ഗ്രാമമാണ് കാന്തല്ലൂർ. വളരെ ഫ്രഷായ പച്ചക്കറികളും പഴങ്ങളും സുലഭമായി ഇവിടെ ലഭിക്കും. ആപ്പിളിന് പുറമെ ഓറഞ്ച്, ബ്ലാക്ക്ബെറി, പ്ലംസ്, അവോക്കാഡോ, സ്ട്രോബെറി തുടങ്ങിയവ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആപ്പിൾ തോട്ടങ്ങൾ ഇലക്ട്രിക് ഫെൻസിങ്ങിന് ഉള്ളിലാണ്. പഴുത്തു തുടങ്ങിയിട്ടില്ല, പാകമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്ലംസ് ആണ് സീസൺ. അത്യുഗ്രം ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അടുത്തുള്ളൊരു ഫാമിൽ ഞങ്ങൾ തേടിയ സാധനം കിട്ടി. സാക്ഷാൽ ചെറിമോയ അഥവാ കസ്റ്റാർഡ് ആപ്പിൾ.
പലതരം പൂക്കളും ഫ്രൂട്ട്സും ഈ ഫാമിലുണ്ട്. ഫാമിലേക്ക് 20 രൂപ പ്രവേശന ഫീസുമുണ്ട്. ഒപ്പം ഒരു ഗൈഡിനെ ലഭിക്കും. അനുവാദമില്ലാതെയാണെങ്കിലും തോട്ടത്തിൽ നിന്നും ഒരു ബ്ലാക്ക്ബെറി പറിച്ചു കഴിച്ചു. അല്പം പുളിയുണ്ട്, പക്ഷേ പഴുത്ത ഭാഗം നല്ല മധുരമായിരുന്നു. ചെറിമോയുടെ ഒന്നിലധികം ചെടികൾ അവിടെയുണ്ട്, പക്ഷെ പഴുപ്പെത്താറായിട്ടില്ല. ഒരു ചെടി വാങ്ങാം എന്നായിരുന്നു പ്ലാൻ, പക്ഷെ അത് നടന്നില്ല. വിൽപ്പനയ്ക്കായുള്ള തൈകൾ ലഭിച്ചില്ല. ഫാമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന കൽപ്പടികൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കൗതുകത്തിന് കയറിയതാണ്, പക്ഷേ അതുകൊണ്ട് എത്തിച്ചത് ഒരു അപ്രതീക്ഷിത കാഴ്ചയിലായിരുന്നു. മലയടിവാരത്ത് ഒരു സ്കൂൾ, സാക്രഡ് ഹാർട്സ് എന്നാണ് അതിൻ്റെ പേര്. ഹോളിഡേ ആയതിനാൽ കുട്ടികൾ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രൗണ്ട്. ഇവിടെ നിന്നും ഈ മഴയത്ത് കുറച്ചു നേരം ഫുട്ബോൾ കളിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ. നേരെ ഉരുട്ടി തുടങ്ങി. കാന്തല്ലൂരിൽ നിന്നും തിരിച്ചിറങ്ങി. പല വളവുകളും തിരിവുകളും മലയാളം ഉൾപ്പെടെ പല സിനിമയുടെയും ലൊക്കേഷനുകളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 5000 അടി മുകളിലാണ് കാന്തല്ലൂരിൻ്റെ സ്ഥാനം. ഏതാണ്ട് 7000-ഓളം പേരാണ് ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്നത്. (2023) ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസ്റ്റ് വില്ലേജിനുള്ള ഗോൾഡ് വില്ലേജ് അവാർഡ് നേടിയത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മുനിയറകൾ BC 3000 മുതൽ കാന്തല്ലൂരിൽ മനുഷ്യവാസമുള്ളതിന് തെളിവാണ്. കാന്തല്ലൂരിന് ഏറ്റവും അടുത്തുള്ള ടൗണാണ് മറയൂർ. വളരെ ആക്റ്റീവായൊരു മാർക്കറ്റ് നമുക്ക് മറയൂരിൽ കാണാൻ കഴിയും. സീസൺ അനുസരിച്ച് അവോക്കാഡോ പഴങ്ങളും മറ്റും സാമാന്യം വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും രാത്രിയായി. ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ളതാണ് മറയൂർ മൂന്നാർ റോഡ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തത്. ടൗണിൽ വെച്ച് ടയർ പഞ്ചറായതിനാൽ അന്ന് രാത്രി ഞങ്ങൾ മൂന്നാർ ടൗണിൽ തങ്ങി. പിറ്റേന്ന് രാവിലെ ഗ്യാപ്പ് റോഡ് വഴി യാത്ര തിരിച്ചു. ആകെ മൂടൽമഞ്ഞ് നിറഞ്ഞ ഒരു ദിവസം. കുഞ്ഞുങ്ങളൊക്കെ ക്ലൈമറ്റ് ആസ്വദിച്ച് സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. വഴിയിൽ ഒരു കണ്ണൻ ദേവൻ ഫാക്ടറി ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ഓർഗനൈസ്ഡായ ഒന്ന്. അടിവാരത്തൊന്നും കൊളുന്തു തേയിലയും നിറച്ച് ഒരു ട്രാക്ടർ മുകളിലേക്ക് ഓടി വരുന്നത് കണ്ടു. പമ്മിയുള്ള അതിൻ്റെ യാത്ര കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തേയില ഫാക്ടറികളും ലയങ്ങളും ഗസ്റ്റ് ഹൗസുകളും തോട്ടങ്ങളുമെല്ലാം മൂന്നാറിലേതുപോലെ മറ്റെവിടെയും നമുക്ക് ഇത്ര മനോഹാരിതയിൽ കാണാൻ കഴിയില്ല. ഫാക്ടറിക്ക് മുന്നിൽ രാജകീയ പ്രൗഢിയോടെ ആ ട്രാക്ടർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫാക്ടറികളുടെ ഒരു സിഗ്നേച്ചർ തന്നെയാണ് ഇത്തരം മഞ്ഞ നിറമുള്ള ട്രാക്ടറുകൾ. മടക്കയാത്ര തുടർന്നു. നെടുങ്കണ്ടം വഴിയെ തന്നെ. വഴിയിൽ ഏലത്തോട്ടങ്ങളിലിറങ്ങി. ആരും കാണാതെ അല്പം ഏലയ്ക്ക പറിച്ചു. ഞങ്ങളുടെ സഹയാത്രികൻ എന്തൊക്കെയോ പായലുകൾ പറിച്ച് കവറിലാക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഫയിൽ അലങ്കാരത്തിന് വയ്ക്കാനാണ് പ്ലാൻ.
ഇവയൊക്കെ വലിയ വില കൊടുത്താണത്രേ നാട്ടിൽ നിന്ന് വാങ്ങാറ്. മലയോരത്തു കൂടി മഴ നനഞ്ഞ് മടക്കയാത്ര തുടർന്നു.